ഹലോ, എല്ലാവർക്കും ഫുഡ് ഫിയസ്റ്റയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ മ്യൂസ്ലി ആണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ 40 ഗ്രാം ഡ്രൈ മാംഗോ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഡ്രൈ പൈനാപ്പിൾ എടുക്കാം, ഡ്രൈ പപ്പായ എടുക്കാം, ക്രാൻബെറീസ് എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. മാംഗോ മ്യൂസ്ലി ആയതുകൊണ്ട് ഞാൻ ഡ്രൈ മാംഗോസ് ആണ് ഇവിടെ എടുക്കുന്നത്. ഇത് നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. വളരെ കുഞ്ഞായിട്ട് മുറിക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 80 ml ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്യാണ്. ഞാൻ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റ്സും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാണ്. ഇതൊന്ന് ബോയിലായി വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈ ഡ്രൈ മാംഗോ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 2 മുതൽ 3 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇതൊന്ന് തണുക്കാൻ വെക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് ഞാൻ 400 ഗ്രാം നല്ല പുളിയില്ലാത്ത തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ റെസിപ്പിക്ക് പുളിയില്ലാത്ത തൈരാണ് നല്ലത്. ഇതിലേക്ക് ഞാൻ ഫ്ലേവേർഡ് യോഗേർട്ട് ആഡ് ചെയ്യാണ്. ഞാനിപ്പോൾ മാംഗോ യോഗേർട്ടാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യോഗേർട്ട് ആഡ് ചെയ്യാം. വാനിലയോ ചോക്ലേറ്റ്, സ്ട്രോബെറി, ഇഷ്ടമുള്ള ഏതെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പോൾ മാംഗോ മ്യൂസ്ലി ആയതുകൊണ്ട് മാംഗോ ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അത് രണ്ടും മിക്സ് ചെയ്യാം നന്നായിട്ട്. ഇതിലേക്ക് ഞാൻ 120 ഗ്രാം ഓട്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കിതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ സോക്ക് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു നല്ല പഴുത്ത മാങ്ങയാണ്. ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഫ്രൂട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ പ്യൂരെ എടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സിയിൽ വെള്ളം ചേർക്കാതെ ഇത് അരച്ചെടുക്കാം. ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം. പിസ്ത, ബദാം, ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം. ഇപ്പം ഞാൻ കാഷ്യൂ നട്ട്സാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു ആപ്പിളാണ്. 1 or 2 ആപ്പിൾ എടുക്കാം. ഞാനിപ്പോൾ 1 മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആപ്പിളും മാംഗോ എൻ്റെ ചോയ്സിന് എടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുത്ത് ഈ ഓട്സ് റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ഡ്രൈ മാംഗോ മിക്സ്ചർ നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ആപ്പിളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ സോക്ക് ചെയ്ത ഈ ഓട്സിലേക്ക് നമ്മുടെ മാംഗോ പ്യൂരെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആപ്പിൾ ഡ്രൈ മാംഗോ മിക്സ്ചറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ കാഷ്യൂ നട്ട്സ് അതൊരു 3/4 ഭാഗം ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക, മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് മധുരത്തിനായിട്ട് മേപ്പിൾ സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം 4 ടേബിൾ സ്പൂണോളം മേപ്പിൾ സിറപ്പ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഹണി യൂസ് ചെയ്യാം, പഞ്ചസാര യൂസ് ചെയ്യാം. മധുരം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കി അപ്പോൾ തന്നെ കഴിക്കാം. ഇല്ലെങ്കിൽ തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് ഓവർനൈറ്റ് വെക്കുക. അതിനുശേഷം രാവിലെ എടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ഫ്ലേവറിന് വേണ്ടി. പിന്നെ ബാക്കി വന്ന കാഷ്യൂ നട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മാംഗോ മ്യൂസ്ലി ഇവിടെ റെഡിയായി. ഒരു പുളിയും കുറച്ച് മധുരമൊക്കെ ഉള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. മറ്റൊരു റെസിപ്പിയെ നമുക്ക് വീണ്ടും കാണാം. നന്ദി.